ദൈവത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. 10. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തന്റെ പ്രവൃത്തി ദോഷവും സഹോദരന്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നുവെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പഴിക്കുന്നവൻ എല്ലാം കുലപാതകൻ ആകുന്നു. യാതൊരു കുലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരെന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. 22. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ചു അവന് പ്രസാദമുള്ളത് ചെയ്തതുകൊണ്ട് എന്ത് യാചിച്ചാലും അവയിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്ന് ഉള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ നാം അറിയുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതും ആത്മാവിനെയും വിശ്വസിക്കാതെയും ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവരോ എന്ന് ശോധന ചെയ്യുവിൻ. 4:2. This is how you can recognize the Spirit of God. Every spirit that acknowledges that Jesus Christ has come in the flesh is from God. But every spirit that does not acknowledge Jesus is not from the God. This is the spirit of the Antichrist, which you have heard is coming, and even now is already in the world. You, dear children, are from God and have overcome them, because the one who is in you is greater than the one who is in the world. They are from the world and therefore speak from the viewpoint of the world, and the world listen to them. 6. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്ക് ഇതിനാൽ അറിയാം. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. 9. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാവും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു.
परमेश्वर को कभी किसी ने नहीं देखा। यदि हम आपस में प्रेम रखें तो परमेश्वर हम में बना रहते हैं और उसका प्रेम हम में सिद्ध हो गया है। इसी इसी के इस जानते हैं कि हम उसमें बने बने रहते हैं और वे हम में, क्योंकि उसने अपनी आत्मा में से हमें दिया है। हमने देख भी लिया और गवाही देते हैं कि पिता ने पुत्र को जगत का उद्धारकर्ता करके भेजा है। जो कोई वे मान लेता है कि यीशु परमेश्वर का पुत्र है, परमेश्वर उनमें बना रहता है और वे परमेश्वर में। 16। जो प्रेम परमेश्वर हमसे रखता है उसको हम जान गए और उसका विश्वास है। परमेश्वर प्रेम है और जो प्रेम में बना रहता है वह परमेश्वर में बना रहता है और परमेश्वर उसमें बना रहता है। इसी से प्रेम हम में सिद्ध हुआ कि हमें न्याय के दिन सा हो, क्योंकि जैसे वह है वैसे ही संसार में भी है, हम भी हैं। प्रेम में भय नहीं होता, वरना सिद्ध प्रेम भय को दूर कर देता है, क्योंकि भय का संबंध दंड से होता है और जो भय करता है वह प्रेम में सिद्ध नहीं हुआ। इसीलिए प्रेम करते हैं कि पहले उसने हमसे प्रेम किया। 20 20 also that the Son of God has come and has given us understanding so that we may 4 know का 20 who is true, and we are in him who is true by being in his Son, Jesus Christ. He is the true God and eternal life. Dear children, keep themselves from idols. Praise the Lord. Hallelujah. കർത്താവ് നമുക്ക് വായിക്കാൻ ദൈവം കൃപ തന്നതിനായി സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ वचन കൂടെ നമ്മെ हमें पुറത്തു കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. हमें इस वचन के द्वारा हमें परमेश्वर बाहर लेकर आने जाना है, इसलिए धन्यवाद करते परमेश्वर। इस वचन द्वारा हमसे बातें कर रहे हैं, इसलिए हम विश्वास कर रहे हैं कि परमेश्वर हमारे जीवन में इस वचन को बेचकर हमारे जीवन में बड़े अद्भुत कार्य करेंगे। सभी आदर महिमा वचन के साथ हमें अपने आप को समर्पित करना चाहिए। सभी आपके हाथों में रखो, प्रार्थना को सुनना, ग्रहण करना, यीशु मसीह के नाम से सुनकर ग्रहण कीजिए। आमीन आमीन आमीन। प्रेज द लॉर्ड। हालेलुया ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് അടുത്ത സെക്ഷൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിക്കാം. हम प्रार्थना के लिए समय में बिताएंगे. റെനു ആന്റി എങ്ങനെയുണ്ട് പപ്പായ്ക്ക്? സിസ്റ്ററെ ഫാദർ മരിച്ചു കേട്ടോ. ഇപ്പോഴാണോ ആന്റി? ഇപ്പോഴാ. ഓക്കെ ശരി ആന്റി. रेणु साजन आंटी का पापा एक्सपायर हो गया अभी कुछ ही टाइम में गुजर। अपना मीटिंग शुरू हो गया तब से हम लाइन में प्रेयर किया, तो मुझे भी परमेश्वर कुछ नहीं बताया। मैंने कल बताया था ना, हमारे ग्रुप में किसी फैमिली में एक किसी को कुछ हो रहा है करके मुझे बहुत तकलीफ हो रही थी। ഇന്നലെ രാവിലെ ഞാൻ ഫാസ്റ്റിംഗ് അല്ലായിരുന്നു, രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മെയിൽ പേഴ്സൺ മോർച്ചറിയിൽ എടുത്ത് വെച്ചിരിക്കുന്നതിന്റെ ഫേസ് കണ്ടു. ഇന്നലെ ഞാൻ കണ്ടില്ലേ ഒരു പുരുഷൻ? അത് തന്നെ സെയിം ഞാനും കണ്ടത്. പക്ഷെ എനിക്ക് മുഖം മനസ്സിലാകുന്നില്ല, മുഖം കാണുന്നില്ല. മുഖം മനസ്സിലാകുന്നില്ല, കണ്ണിന്റെയും മൂക്കിന്റെ ഇവിടം വരെ ഉള്ളു. കണ്ണ് കണ്ടാലും മോർച്ചറിയുള്ളൊരു ഫ്രഷ് ഐസ് പിടിച്ചിരിക്കുന്നവരുണ്ട്. कल मैंने बोला, कल बहुत बेचैनी हो रही थी कि किसी परिवार में कुछ हादसा हो रहा है करके मैंने कहा। मैं कल रात को आप मीटिंग होने के बाद मुझे नींद नहीं आया। मैं कुछ देर सभी को परमेश्वर के हाथ में रखकर प्रार्थना किया कि परमेश्वर मुझे संभाले करके। करीब 6 എത്ര പ്രായമുണ്ട് സിസ്റ്റർ? എനിക്കൊന്നും അറിയില്ല. ഇപ്പൊ കേറിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത് കേറിയേച്ച് പിന്നെ ഇറങ്ങി.
അതാ ഞാനിപ്പം കയറിയ വെന്റിലേറ്ററിലായിരുന്നു. ഞാൻ നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയ സമയം തൊട്ട് എന്നെ വിളിക്കുകയും ഞങ്ങൾ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതാ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആന്റിയോട് പറഞ്ഞു, ആന്റി ഒരു വെളിച്ചം കാണുന്നില്ല, വിഷയത്തിന്മേൽ മറുപടി കാണുന്നില്ല. പക്ഷെ ഇന്നലെ വ്യക്തമായിട്ട് നമ്മളെ കാണിച്ച ഒരു വിഷയമാണ്, ഒരു പുരുഷൻ മരിക്കുന്നു. അങ്ങനെ ഒരു വിഷയം ദൈവാത്മാ കാണിച്ചു. പ്രായമുള്ള വ്യക്തിയാണ്. പ്രായമായിരുന്നു. അവർക്ക് വലിയ കടകളൊക്കെ ഉള്ള സ്ഥലമാണ്, കടയൊക്കെ ഉള്ളതാണ്. അവർക്ക് അത് ഒരു എന്താ പറയുന്നത്, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളുടെ അതേ ആൾക്കാരാണ് അതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിൻ്റെയായിട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ട് അവരനുഭവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയത്തിൽ തന്റെ മക്കൾ വാടകയ്ക്ക് കൊടുത്തിട്ട് മാറിയിട്ടില്ല. പിന്നെ അവരേറ്റെടുത്തു. അതിൻ്റെയായിട്ട് പോലും ഇവർ പെൺമക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ മിക്ക ആൾക്കാരും സുവിശേഷ വേലയിലാണ്. മരണവാർത്ത എല്ലാവരും എപ്പോഴും ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കുടുംബങ്ങളോട് പറയുമ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, എനിക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം നാളെ ഒരു സിസ്റ്റർ എപ്പോഴും ഇത്, കാരണം ഈ വിഷയം വരുന്ന വിഷയങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുന്നോണ്ടാണ് പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയാൻറ്റി അവര് 4 സഹോദരിമാരാണ്. എവിടെ നാട്ടില്? സീതത്തോടാണ്. അല്ല, അവര് റാന്നി. അവിടെ പോകേണ്ട വരും. പിന്നെ റെയിൻവാൻറ്റി ഇപ്പൊ എവിടാ? റെയിൻവാൻറ്റി ഇവിടെ ഉണ്ട്, തിരുവല്ലയിലുണ്ട്. ബലപ്പെടുത്തട്ടെ, എല്ലാവരും ബലപ്പെടുത്തട്ടെ. അതെ. അമ്മ തന്നെ ആയിപ്പോ. വടശ്ശേരിക്കരയൊക്കെ അവിടെ ആയിട്ടൊക്കെ നല്ല ദൂരം അവരുടെ വീട്. ബ്ലോക്കായിരുന്നു. വയ്യായിരുന്നു. ആരാന്നൊന്നും ഞാൻ ഇന്ന് പകലും ഇങ്ങനെ മനസ്സിലാക്കി. കർത്താവേ, ആർക്കാ എന്താന്നൊന്നും അറിയില്ല. ലോഡിയ ഇപ്പൊ മരുന്നെടുത്തിട്ട് ഒക്കെ ആയിരിക്കുന്നു. പുരുഷന്മാരാരാന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പ്രാർത്ഥിക്കാം. ക്ലൗഡിയക്ക് മറ്റേതാണ്ടാന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല, ഇതുവരെ ഇന്ന് IV ഒക്കെ ഇട്ട് ഹോസ്പിറ്റലായിരുന്നു. വീട്ടിൽ വന്നു. അവൾ ആക്ച്വലി സൺഡേ അവൾക്ക് ജോയിൻ ചെയ്യേണ്ടായിരുന്നു. വീണ്ടും അവരതെല്ലാം ലീവ് കൊടുത്ത് ഇനി 5-ാം തീയതി ജോയിൻ ചെയ്താൽ മതി. ആ ഒരു ഫ്രസ്ട്രേഷനും ടെൻഷനും എല്ലാമായി. 15 തീയതിക്ക് പോയി കഴിഞ്ഞാൽ 22 അങ്ങനെ എന്താണ്ട് വരാൻ പറ്റത്തുള്ളായിരുന്നു. കല്യാണം അടുത്തു, എൻഗേജ്മെന്റ്, ആ ടെൻഷനും ഈ ടെൻഷനും എല്ലാം കൂടി ആയപ്പോ പനിയായി. അങ്ങനെ എന്താണ്ട. പിന്നെ അതിൻ്റെ കൂടെ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഒരുമിച്ച് ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഓക്കെ. സ്വാതി, ജിഷ, റാണി, നിങ്ങൾക്ക് ചോയ്സ്. दया रानी, रोज आप लोग नीलम रानी चॉइस है। किरण किधर है किरण? हाँ, ठीक है। किरण किधर है? ओके, आप लोग पहचानते हो ना ज्यादा? किसी और को पकड़ो। करुणा आंटी, करुणा दीदी, करुणा ओके। हो गया, आप दोनों का प्रेयर हो गया है ना? मम्मी പ്രാർത്ഥിച്ചില്ലേ അമ്മേ? എപ്പം? സ്വാതിക്ക് വേണ്ടി? ഇന്നലെയോ? അല്ല, കഴിഞ്ഞ ദിവസങ്ങള്? ഇല്ല പ്രാർത്ഥിച്ചില്ല. ठीक है, स्वाति और राजम्मा
और ഞാനും ചാർലി ആന്റി. ओके റാണി സിസ്റ്റർ ചാർലി. അടുത്ത ഞാൻ ജിഷ. കിരൺ സിസ്റ്റർ. ओ किरण सिस्टर मिला आपको. जिशा किरण जिशा हो गया जिशा के साथ नहीं वेरा नीलम हो गया. करुणा देरानी सिस्टर. मैंने किरण बताया तो था दीदी. അതെ, किरण കിരൺ ने കിരൺ ദീദിയെ പറഞ്ഞായിരുന്നു आप ദയാറാണി സിസ്റ്റർ. दोनों है ना, आप दोनों नजदीक वाले लोग हैं, दूसरे लोगों को ओके पकड़ो इसलिए बाहर ओके निकाला. दीदी. ठीक है दयारानी अभी है ना. यहाँ पर देखो लाइन में है दीबू है, आदित्य है, सजी आंटी है, जेसी टॉम्सी है, राजी आंटी है. धनपाल को नहीं देंगे हम. ठीक है बिजी केटी है. लो जल्दी लो जल्दी. जल्दी म्यूट ऑन करके बोलो. दीदी बीजी ബിജി बीजी ബിജി സിസ്റ്റർ ദയറാണി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദയറാണി സിസ്റ്റർ ബിജി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവിക ആലോചന പറയാം. അങ്ങനെ അടുത്തത് ഓർക്കട്ടെ രാജി ആന്റി ഒരാളെ ചോയ്സ് ചെയ്ത്. ആര്? സജി മോഹൻ. സജി മോഹൻ. ഓക്കെ സജി മോഹൻ. അടുത്ത ചാർലി സിസ്റ്റർ ആരെയായിരുന്നു? ആ റാണി. റാണി. ഓക്കെ ബിന്ദു സിസ്റ്റർ. എനിക്ക് ആരെയും കിട്ടിയില്ല. എന്നാ ബിന്ദു സിസ്റ്റർ ദീപു ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ. ദീപു ബ്രദർ ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ ആൾക്കാർ കേറുന്നുണ്ട്. ഓക്കെ അടുത്ത ആർക്കാ കിട്ടാത്ത? ജെസി ടോംസി. ആദിത്യ മോമി. ആദ്യത്തേക്ക് തരാം. ജെൻസി ജെൻസി എന്ത് ലാസ്റ്റിലുണ്ട്. ജെൻസി കാണുന്നില്ലല്ലോ. ഉണ്ട്. ജെൻസി ഒന്ന് വീഡിയോ ഓൺ ആക്കാമോ? ഇല്ല ജെൻസി വന്നിട്ട് പോയില്ലേ? ഉണ്ട്. ചിലപ്പോൾ കുഞ്ഞിനെ കൊണ്ട് വല്ലതും പോയതായിരിക്കും. സ്ക്രീനിലുണ്ട്. ഇല്ല, ജെൻസി ഇല്ല. ഞാൻ ജെൻസി സിസ്റ്റർ ഇല്ല. എന്റെ കണ്ണിന് കാഴ്ച പോയെന്നാ. ഇല്ലില്ല, സിസ്റ്റർ ഉണ്ട്. ജെൻസി ഇപ്പം കയറുന്നതാണ്. ഇപ്പം കേറി. ലിറ്റിൽ സുരേഷ് ആന്റിയെ കുടുംബത്തെ വലിയ പ്രവൃത്തികൾ തന്നെ പറയും. ആരോടുള്ള ദൂതായിരുന്നു? നിലവാരത്തിലുള്ള വലിയ പ്രവൃത്തി തന്നെ ചെയ്യുമെന്ന് ഉള്ള ഒരു ഉറപ്പ്. പക്ഷെ വലിയ മന്ത്രിമാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെന്നെത്താൻ പറ്റാത്ത രീതിയിലുള്ള ഇപ്പൊ ഇവരെ കൊണ്ട് ദൈവം വലിയ പ്രവൃത്തി ചെയ്യിപ്പിക്കും. പിന്നെ ഒരു വയല് കാണിക്കുന്നുണ്ട്. അത് നന്നായിട്ട് വിളഞ്ഞു നിൽക്കുന്ന ഒരു വയലാണ്. അത് പിന്നെ വിളഞ്ഞിച്ച് അത് ഇത് പറിക്കാൻ പറ്റാത്ത പാകത്തിനുള്ള ഒരു ഇത് ഒരു ഇതും കൂടെ കാണിക്കുന്നുണ്ട്. किरण के लिए दिशा ने जब प्रार्थना किया तो उन्होंने देखा है अब्राहम के, जैसे अब्राहम ने जब विश्वास में निकला, परमेश्वर ने बुलाया तो उन्होंने ना आगे पीछे देखा, कुछ भी नहीं देखा परमेश्वर की ओर, कुछ देखा नहीं और कुछ भी नहीं देखा उनको कुछ मालूम भी नहीं था, परमेश्वर की ओर देखकर आगे निकला है। और वैसे ही परमेश्वर उन्होंने अब्राहम के जो वादा किया वैसे ही इनके लिए देखा है। और ऐसे एक खेती बिल्कुल एक खेती ऐसे देखा, वो बिल्कुल पका हुआ खेत थी और उसमें कटने के लिए सब कुछ तैयार है, उसी अवस्था का देखा। और 2025 में एक बहुत बड़े काम परमेश्वर आप लोगों के बीच में करेंगे। वो जैसे मंत्री लोग हैं, बड़े बड़े लोग हैं,
जो उनको नेक वो नहीं कर सकते, वो आपके द्वारा परमेश्वर करवाएंगे। और अब्राहम को जो सारा और अब्राहम का भी वो निर्जीव अवस्था में भी परमेश्वर ने काम किया, ऐसे परमेश्वर आपके लिए परमेश्वर ने बहुत बड़ा काम करेगा। വാക്യം ഒന്നുകൂടെ പറയാമോ സിസ്റ്റർ? റോമർ 4:18 മുതൽ 21 വരെ. रोमियो की पत्री 4 अध्याय उसका 18 से लेके 21 तक वचन आपके लिए बताए गए। ഞാൻ റാണി മെർലിൻ സിസ്റ്ററിനെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പാസ്പോർട്ട്, ആ പഴയ പാസ്പോർട്ട്, അതിൻ്റെ ഇങ്ങനെ ഫ്രണ്ട് പേജ് അതിങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. അതൊരു പഴയ പാസ്പോർട്ടാണ്, പക്ഷെ ആ ഫ്രണ്ട് പേജ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒരു വാക്യം ഇങ്ങനെ ഇംഗ്ലീഷിൽ, അതൊരു സ്വർണ്ണ നിറത്തിലുള്ള ഇങ്ങനെ കളറിലാണ് എഴുതി ഇങ്ങനെ കാണിച്ചു. അതിനകത്ത് ഫോർസേക്ക് എന്നുള്ള ആ വേർഡ് ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചപ്പോൾ ഞാൻ ഒരു വാക്യം അതിങ്ങനെ മലയാളത്തിലപ്പോൾ എന്നോട് ഇങ്ങനെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ആ ഒരു വാക്യം അതിങ്ങനെ എടുത്ത് കാണിച്ചു. പിന്നെ ഒന്നും ഒരു വ്യക്തമായിട്ട് എനിക്ക് അങ്ങോട്ട് കാണുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷനാണ് ഒരു മമ്മട്ടി കയ്യെ പിടിച്ചുകൊണ്ട് ഒരു ഇങ്ങനെ കിളച്ച് വെട്ടിക്കൂട്ടി എന്തോ മറവ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു മമ്മട്ടി കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട്, ശരീരത്തിൽ ഷർട്ട് ഇട്ടില്ല, തലയിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. മമ്മട്ടിയുടെ കൈക്ക് അധികം നീളമില്ലാത്ത ഒരു മമ്മട്ടിയാണ്. അതിങ്ങനെ കിളച്ച് കുഴിച്ചു മൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു നിപ്പ് ഇങ്ങനെ കണ്ടു. അതെന്താണെന്നറിയത്തില്ല, ഇത്ര ഇങ്ങനെ ഞാൻ കണ്ടേ. പിന്നെ റാണി മെർലിൻ സിസ്റ്റർ വളരെ ഒരു പ്രയാസപ്പെട്ടിരിക്കുന്നത് പോലെ, പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന പോലെ, അങ്ങനെ ഒരു രീതി കൂടെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷനുകളിൽ കൂടെ കടന്നു പോകുന്ന ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു സന്തോഷമില്ലാതെ ഒരു മനസ്സിനെ പ്രയാസപ്പെട്ട് കഴിയുന്ന പോലൊരു കാഴ്ച ഇങ്ങനെ കണ്ടു. ഞാൻ ചാർലിയാൻ്റെ പറ്റി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വാക്യാണ് കിട്ടിയത്. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 6ഉം 7ഉം. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ദീപുബ്രതന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഒരു ശോധനയുടെ അവസ്ഥ കാണുന്നുണ്ട്. ഒരു ശോധന ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറെ 2 കാര്യങ്ങളും കൂടെ ഞാൻ കണ്ടത് എനിക്ക് അത്ര വ്യക്തമല്ല, അതെന്താന്നുള്ളത് എനിക്ക് അത്ര മനസ്സിലായില്ല. ഒന്ന് കണ്ട ഒരു വീടിന്റെ ഭാഗമാണ്, വീടിന്റെ ഒരു ഭാഗമേ കണ്ടുള്ളൂ. ഒരു ഭാഗം ഒരു മരത്തിന്റെ സൈഡിലായിട്ടൊക്കെയുള്ള അങ്ങനെ ഒരു വീടിന്റെ ഒരു ഭാഗം കണ്ടു. പിന്നെ അടുത്തത് ഞാൻ കണ്ടത് ഇങ്ങനെ ഒരു പാത്രത്തില് ഈ നോട്ടിന്റെ കെട്ടുകൾ മാതിരിയുള്ള കുറച്ച് ഇങ്ങനെ കെട്ടുകളായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തില് നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങനെ കണ്ടു. ഇതെന്താന്ന് എനിക്ക് വ്യക്തമല്ല, എനിക്ക് എന്താന്ന് അത് അറിയത്തില്ല. അതൊരു വിഷയത്തിനനുസരിച്ച് അറിയാമെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് അതെനിക്ക് വീടിന്റെ ഒരു ഭാഗം ഇങ്ങനെ കണ്ടു. പിന്നെ ഈ നോട്ടിന്റെ ഒന്ന് കണ്ട ഞാൻ വീടിന്റെ ഒരു ഭാഗമാണ് കണ്ടത്. ആദ്യം കണ്ടത് പരിശോധനയുടെ ഒരു അവസ്ഥ കണ്ടു, ജീവിതത്തിൽ ഒരു പരിശോധന വരുന്നുണ്ട്, പരിശോധന. രണ്ടാമത് കണ്ടത് വീടിന്റെ ഒരു ഭാഗം, ഒരു മരത്തിന്റെ സൈഡില്, മരമുണ്ട് സൈഡിൽ, അങ്ങനെയൊക്കെ ഒരു ഭാഗം മാത്രമേ കണ്ടത്. അടുത്തത് ഞാൻ കണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് നോട്ടിന്റെ കെട്ടുകള്, അത് പല കെട്ടുകള്, പല ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ 50-ന്റെ 100-ന്റെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല
ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന നോട്ടുകൾ അങ്ങനെ ഞാൻ കണ്ടത്. അതൊരു പാത്രത്തിലാണ് കണ്ടത്. ഭവനമായി സംബന്ധമായുള്ള വിഷയം, ഭയങ്കരമായ വിഷയം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. അതിനോട് ബന്ധപ്പെട്ട് ഒരു വെല്ലുവിളി പാത്രത്തിൽ വെച്ച് വെല്ലുവിളിയാണ്. പാത്രം എന്ന് പറയുമ്പോൾ അത് കൊടുക്കത്തുമില്ല, ഇങ്ങനെ കാണിക്കാൻ മാത്രം വെച്ചിരിക്കുന്നു വെല്ലുവിളി. ആ വെല്ലുവിളി മുഖാന്തരം ചില ശോധനയിൽ കൂടെ കടന്നു പോകുന്നു വസ്തുവിനോട് ബന്ധപ്പെട്ട. അങ്ങനെ പാത്രത്തിൽ പാത്രത്തിൽ സാമ്പത്തികം വെച്ചുകൊണ്ട് ചെയ്യുന്ന വ്യക്തിചിതങ്ങൾ ആരാ? വസ്തുവിനകത്തുള്ളവര് തന്നെ. അത് ഹൈന്ദവ ശക്തിയാണെന്ന് കാണിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി. പറയാം. എന്തെങ്കിലും കണ്ടോ എന്നിട്ട് ബിന്ദുസിനെ കുറിച്ച്? ഒരു പാട്ടിന്റെ വരി കൂടെ ഞാൻ ആ കൂട്ടത്തിൽ ഇങ്ങനെ എന്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നങ്ങനെ, അത് അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിൽ നിന്ന് ഉയർത്തിടാം. ആ ഒരു ലൈൻ ഞാൻ കൂടെ കിട്ടി. പറയാം. വേറെ ആരെങ്കിലും? ഞാൻ ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ പെട്ടെന്ന് വന്നത് പോരിന്റെ ആത്മാവ്. കാര്യം ബിന്ദു സിസ്റ്റർ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷം ഇങ്ങനെ കാര്യങ്ങൾ നടക്കണം എന്നുള്ളത്. അത് നടക്കാതെ വന്നിരിക്കുന്ന അവസ്ഥയിൽ പോരിന്റെ ഒരു അവസ്ഥയാണ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വേറെ ആർക്കെങ്കിലും? ജീസസിന്റെ പ്രാർത്ഥന കേട്ടില്ല. 2 വാക്യം എന്തെങ്കിലും തന്നു, ഒരു പാട്ടിന്റെ വരിയും തന്നു. ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ എന്നുള്ള ആ പാട്ടാ, അതിന്റെ 2 വരികളാ ദൈവം തന്നെ. അതിന്റെ കൂടെ സങ്കീർത്തനം 71-ന്റെ 20, 21, 73-ന്റെ 23, 24 ഞാനിത് വായിക്കും. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്നിട്ടും ഞാൻ ഇപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയിൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. ഇതാണ് രാജീസസിന് വേണ്ടി എനിക്ക് കിട്ടിയത്. സ്തോത്രം. ആർക്ക് വേണ്ടിയായിരുന്നു ആന്റി പ്രാർത്ഥിച്ച? സജി ആന്റി? രാജി സിസ്റ്റർ. ഓക്കെ. വേറെ ആരെങ്കിലും പറഞ്ഞോ? പെട്ടെന്ന്.
मैंने राजमा आंटी के लिए प्रार्थना किया, मैंने देखा नहीं लेकिन उनके लिए जो वचन मिला है Proverbs 9:1-3. Wisdom has built her house. She has set up its 7 pillars. She has prepared her meat and mixed her wine. She has also set her table. She has sent out her servants, and she calls from the highest point of the city. മമ്മി പ്രാർത്ഥിച്ചിട്ട് जल्दी जल्दी बोलिए। Praise the Lord. मैंने धर्मपाल भाई के लिए प्रार्थना किया था। प्रभु ने एक वचन मेरे को ऐसे दिया था, सबोपदेश की किताब 11 का 1 अपनी रोटी जल के ऊपर डाल दे, क्योंकि बहुत दिन के बाद तू उसे फिर पाएंगे। इस वचन प्रभु ने दिया। इस वचन के आधार पर प्रभु ने मेरे को ऐसे बताया, जो प्रभु का दास लोगों को आदर करना है, जो प्रभु का वचन अपने घर पे जो आते हैं, नहीं तो कभी भी ये मन में सोचना नहीं ये क्या है, लेकिन हम क्यों करना है इस बारे में सोचना नहीं। प्रभु ने इस वचन का आधार बताया, जो आप प्रभु का दास लोगों के लिए जो करेगा उसका प्रतिफल आप पाएंगे। आप नहीं है तो आपको पीढ़ी को परमेश्वर आशीष देंगे उसी के द्वारा। ऐसे प्रभु ने बताया था। और इसमें एक और बात यही है, 6 में लिखा है, भोर को अपना बीज बो और सांझ को भी अपना हाथ न रोक, क्योंकि तू नहीं जानता है कि कौन सफल होगा, ये या वो, ये दोनों को दोनों अच्छा निकलेगा। इस प्रभु ने बताया था, इन दिनों में एक व्यक्तिगत रूप में परमेश्वर के साथ एक रिश्ता, सुबह भी शाम भी वचन पढ़ना, परमेश्वर को उपस्थिति में बने रहने के लिए, प्रार्थना करने के लिए। मैंने ऐसे ये एक शब्द मैंने ऐसे सुना था, लेकिन करेक्ट उसका हिंदी मेरे को नहीं आता। बस यही है, जो आपको नाश करने वाला आपके खिलाफ आ रहे, इसलिए अपना कमर को बांध लो और अपना गढ़ को संभाल लो, ऐसे करके एक वचन है। मेरे को हिंदी में करेक्ट पता नहीं मेरे को कहा है, ऐसे ही शब्द है, मीन्स अपना कमर बांध लो और अपने गढ़ को संभाल लो, आपको नाश करने वाला आपके खिलाफ आ रहा है, ऐसे करके। ऐसे मैंने एक साउंड सुना था। इन दिनों में प्रभु में और भी प्रार्थना में लगे रहना। आपके जीवन में प्रभु ने मेरे को ऐसे दिखा दिया, आप एकदम परमेश्वर को उपस्थिति में बिल्कुल निगड़ आते हैं, लेकिन दूसरा पल में आप बिल्कुल पीछे चले जाते हैं। जब आप पीछे जाते हैं तो आपका शरीर में कई प्रॉब्लम्स शुरू हो जाते हैं। प्रभु ने बताया, प्रभु का निकट चलो, दिन और रात, सुबह और शाम को प्रभु का वचन पढ़ो और प्रभु की उपस्थिति में अपने एक व्यक्तिगत रूप में परमेश्वर का साथ एक रिश्ता बनाने के लिए प्रभु ने मेरे से बातें किया था। ऐसे ഞാൻ സുരസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്കൊരു പാട്ട് ദൈവം തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ അത് പറയാവുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എല്ലാവരും അതാ പറയുന്നത്. അപ്പം എന്നെ ദൈവം കാണിച്ചത് ഇതാണ്, യേശു കർത്താവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുന്ന ഒരു ഇത് ദൈവം തന്ന ഇതാണ്, ആലകൾ പടകിൽ അടിച്ചെന്നാൽ അല്ലലൊരൽപ്പവും ഇല്ലെനിക്ക്, ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ അരികിലുണ്ട്. ഈ 4 വരിയാണ് ദൈവം സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്റെ മുമ്പിൽ ദൈവം തന്നെ. എനിക്ക് സ്വാതിയെ കുറിച്ച് കാണിച്ചത് വ്യക്തമല്ല എങ്കിലും ഒരു അമ്പലത്തിന്റെ ഫ്രണ്ട് വശം, അതായത് അവിടെ ഇങ്ങനെ പത്രയൊക്കെ ഇട്ട് സ്ക്വയർ ആയിട്ടുള്ളിടത്ത് എന്തോ ഒരാളിങ്ങനെ പൂജയുടെ എന്തോ അത് പൂജിക്കുന്നതായിട്ട് കാണുന്നില്ല, അങ്ങനെ അതിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ് എനിക്ക് കാണാനെത്തത്. വ്യക്തമായിട്ട് എനിക്കത് ആരാണെന്ന് എങ്ങനെയാണെന്നൊന്നും വിളിച്ചിട്ട്. ट्रांसलेट करेंगे क्या? बोले स्वाति। आंटी ने जो बोला मुझे पूरा समझ में नहीं आया, ट्रांसलेट करेंगे एक क्या?
मंदिर का फ्रेंड कुछ देखा बोला ना मम्मी ने, Okay. आप लोग वहां पर कुछ वैसा कुछ है नजदीक? यहाँ पे तो ऐसा कुछ नहीं यहाँ है। नहीं, आपके घर में। घर में पापा तो हिंदू है कि जो करते हैं वैसे पूजा सब करते हैं। कौन करते हैं? पापा ज्यादा करते रोज। अच्छा, तो वही होता है, वही बात बताए। ठीक है, बोलिए किरण। सजीफा के लिए प्रेयर करते समय परमेश्वर ने ऐसे बताया कि मूसा मूसा का जीवन में ऐसे जन्म नहीं होना करके एक उधर क्या है कि उसमें लिखा है, एक्सोडस 1:22 में इस प्रकार लिखा है कि तब फिरौन ने अपनी सारी प्रजा के लोगों को आज्ञा दी कि इब्रियों के जितने बेटे उत्पन्न हो उन सभी को तुम नील नदी में डाल देना, उस सब बेटियों को जीवित रख रख छोड़ना। मतलब उधर लिखा है कि मतलब बेटों को मतलब जिंदा नहीं छोड़ना करके उधर लिखा है। तो परमेश्वर ने मुझे ऐसा बात की है कि जीसस सिस्टर का जीवन में ऐसे बहुत सारी ऐसी बातें आई है, बहुत सारे ऐसे उतार चढ़ाव उनका जिंदगी में आया कि मतलब उस ऐसे मुझे नहीं पता कि उनका परिस्थिति में क्या है, पर ऐसे मेरे को ऐसे परमेश्वर से बात की है कि बहुत सारा ऐसे कुछ मुश्किलों और कुछ कष्टों में ऐसे हो गए हैं कि जीने तक भी उनका लिए मुश्किल था कि वो एक जिएंगे करके क्या। पर परमेश्वर ने उनको संभाला है और सुरक्षित रखा है अपने हाथ में। और कितना भी उनके लिए योजना बनाओ, कुछ भी परिस्थितियों पर परमेश्वर ने उनको, जैसे मूसा को परमेश्वर ने अपने हाथ में संभाला। हर एक नियम बनने के बाद भी, हर एक बातें बनने के बाद भी परमेश्वर ने, मूसा के जीवन में एक परमेश्वर की एक योजना थी, तो परमेश्वर ने उसको, मूसा को बचाया और संभाला। उसलिए परमेश्वर ने, मतलब परमेश्वर ने ऐसे बताया कि उनका जिंदगी में परमेश्वर की एक योजना है करके। परमेश्वर ने उन्हें जिस योजना के लिए चुनकर अलग किया है, तो परमेश्वर ने ऐसे बताया कि परमेश्वर ने ऐसे बताया कि मूसा के जैसे परमेश्वर ने उनको चुना है करके परमेश्वर ने ऐसे बताया। और उनका जिंदगी का उतार चढ़ाव में पर वो सोचा होगा शायद ये कैसे है, नहीं मैं रहेंगे आगे क्या होगा करके, पर परमेश्वर ने उनको फिर भी अभी तक जीवित रखा है करके परमेश्वर ने बताया। और उसके बाद एक वर्ष और मेरे को मिला, 2 तिमुथियुस उसका 2 तिमुथियुस उसमें ऐसे लिखा है कि 1:6 और 7, इसी कारण मैं तुझे स्तुति दिलाता हूँ कि तू परमेश्वर के उस वरदान को जो मेरे हाथ रखने के द्वारा प्रज्वलित कर दे, क्योंकि परमेश्वर ने हमें भय की नहीं और सामर्थ और प्रेम और संयम की आत्मा दी है। मतलब इसमें एक परमेश्वर ऐसे वचन में जब बात करते समय मैं प्रार्थना किया तो परमेश्वर ने बताया कि परमेश्वर ने उनको जो वरदान और जो गिफ्ट परमेश्वर ने दिए उसको प्रज्वलित करने का समय आ चुका। मतलब उसको प्रज्वलित का एक वर्ड बोले तो उसमें चमकाने का एक समय आ चुका। उसको मतलब और हमें उसको उसको चमकाना है, उसको और उसमें उपयोग करना है करके। और परमेश्वर ने लिखा है कि परमेश्वर ने भय की नहीं और परमेश्वर ने एक संयम की और एक सामर्थ की एक आत्मा हमें दी है। परमेश्वर ने एक सामर्थ और एक संयम हमें दिया है करके परमेश्वर ने ऐसे बताया कि परमेश्वर ने आपके ऊपर जो अभिषेक दिया है उस अभिषेक में बढ़ने के लिए, उस सामर्थ में बढ़ने के लिए परमेश्वर ने बात की है। और सेकंड, और जब हमारा प्रेयर खत्म हुआ, मतलब जब हमारा आमीन हो चुका था, उसके बाद मैं से बैठी थी तो मेरे को नहीं पता, पर मैंने ऐसे रानी मलिक सिस्टर का चेहरे पे मेरा मेरा एक ऐसे आंख एक नजर गया। तो उनका चेहरा देखते ही एकदम मेरे को ऐसे परमेश्वर ने एक अंदर में मेरा एक बात डाला कि परमेश्वर ने उनका हाथ में कुछ अधिकारों को देने जा रहा है करके परमेश्वर ऐसे बोलने के लिए मुझसे बोला। तो मैंने जस्ट सोचा अरे ये तो मेरे को प्रेयर के लिए नहीं बोला, तो मैं, पर फिर भी प्रभु ने मुझसे बोला तूने बोलना है करके। तो परमेश्वर ने ऐसे बोला कि आपके हाथ में परमेश्वर कुछ अधिकारों को सौंपने के लिए जा रहा है। उस बात के लिए अपने आप को तैयार करने के लिए परमेश्वर ने बोला और उस बात के लिए समर्पण करने के लिए बोला।
कि परमेश्वर जो मेरे हाथ में वो जो काम देगा, मैं उस काम करने के लिए मैं तैयार हूँ करके परमेश्वर ने बोला कि उस बात के लिए आप तैयार हो जाओ। परमेश्वर कुछ जिम्मेदारियों को, कुछ कामों को आपके हाथ में सौंपने जा रहा है करके परमेश्वर ने बताया। ये एसके कौन है? പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വാതി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകത്തില് 43-ാമത്തെ അധ്യായത്തിന്റെ 12-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവൻ അല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളെന്നും യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്ന് ഞാൻ അന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ വാക്യം എനിക്ക് കിട്ടിയേ. റാണി മെർലിന് വേണ്ടി പറഞ്ഞ വാക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എനിക്ക് വേണ്ടി റാണി ചാർലി മല്ലൻ ആന്റി പറഞ്ഞു. അല്ല, കിരൺ പ്രാർത്ഥിച്ചപ്പോഴും കണ്ടു. ഞാനൊരു കാര്യം പറയാം. കിരൺ പ്രാർത്ഥിച്ചപ്പോ കണ്ടത്, ദൈവം ചില അധികാരങ്ങളെ കൃഷ്ണന്റെ കയ്യിൽ ഏൽപ്പിക്കുക, അത് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യണമെന്നുള്ള. ദൈവം നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പം അത് നിറവേറ്റാനും ദൈവം ശക്തൻ തന്നെയാണ്. അപ്പൊ ആ തന്നിരിക്കുന്ന കാര്യങ്ങളെ ദൈവം നമ്മളിൽ തന്നിരിക്കുന്നത്, ദൈവം അതിന്റെ പൂർണ്ണമായ അധികാരത്തോടു കൂടെ തന്നെ നമ്മൾ അത് നിറവേറ്റും. പക്ഷെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരങ്ങളെ നമ്മളെടുത്ത് ഉപയോഗിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ മഞ്ജു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 2 വചനം ദൈവം തന്നെ. ഒന്ന് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 22 ഇമ്മാനുവൽ വിച്ച് മീൻസ് ഗോഡ് വിത്ത് us. അതുപോലെ തന്നെ റോമൻസ് 8 വേഴ്സ് 31 ഇഫ് ഗോഡ് ഇസ് ഫോർ us ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് us. സിസ്റ്ററിനോട് ദൈവം പറയുന്നത് ഗോഡ് ഇസ് വിത്ത്, ദൈവം സിസ്റ്ററിനോട് കൂടെയുണ്ട്, ദൈവം സിസ്റ്ററിന് അനുകൂലമായിരിക്കുന്നു. ഗോഡ് ഇസ് വിത്ത് യു, ഗോഡ് ഇസ് ഫോർ യു. ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അത്ഭുതങ്ങളെയും വിടുതലുകളും ഈ ദിവസങ്ങളിൽ അറിയിക്കുമെന്ന് ദൈവം. ഗോഡ് ബ്ലെസ് യു. ദൈവം അക്സയ ദൈവം ബലത്തോടെ നിർത്തിയാനായി സ്തോത്രം. നല്ല രാത്രി ശരിക്കും പ്രാർത്ഥന. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? കുछ कहना है? കരുണ. പ്രൈസ് ദി ലോർഡ്. ലിറ്റിൽ സുരേഷ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 2 വചനമാണ് ആദ്യം എന്നോട് ഇടപെട്ടത്. ഫിലിപ്പിയർ 4:13 വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. അതിനുശേഷം വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഇടപെട്ടത് അതേ ലേഖനത്തിൽ തന്നെ ഫിലിപ്പിയർ 4:6-7, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവിങ്കിൽ കാക്കുമെന്ന വചനമാണ് ഇടപെട്ടത്. റാണി സിസ്റ്ററിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിപ്പോ കിരൺ സിസ്റ്റർ അത് സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്ന്. ഒരു കർത്താവിന്റെ വയലിലേക്കുള്ള ഒരു വിളി, അത് അതിന് വേണ്ടുന്ന വഴികളും മുഖാന്തരങ്ങളും ദൈവം എങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സമർപ്പണത്തോടെ ദൈവസേനയിലോട്ട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് അങ്ങനെ ഒരു ഇതും ഒരു ദൈവാലോചനയും ദൈവം ഇങ്ങനെ കാണിച്ചായിരുന്നു. सबको प्रेज द लॉर्ड। दीदी मैंने കഴിഞ്ഞോ? बीजी बीजी दीदी के लिए प्रेयर करी थी, तो किसके लिए? उनके लिए, बीजी के लिए दीदी। बिजी 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 हाँ जी, बिजी और हिंदी है। दीदी
हाँ दीदी, उनके लिए एक वचन दिया है परमेश्वर ने, यशायाह 43 का 10। यहोवा की यह बारी है, तुम मेरे साक्षी हो और मेरे दास हो, जिन्हें मैंने चुन लिया है, इसीलिए चुन लिया है कि समझ कर मेरी प्रीत करो और यह जान लो कि मैं वही हूँ। मुझसे पहले कोई परमेश्वर ना हुआ और ना मेरे बाद कोई होगा। और दीदी पता नहीं दीदी क्या था, मैंने कुछ दीदी जैसे एक पुलिस वाले होते हैं, जैसे दीदी वर्दी पहने होती हैं दीदी, मैंने उनके घर पे आते हुए देखा। मुझे नहीं पता क्या है उनके घर पे, कोई दिक्कत प्रॉब्लम है दीदी, पर मैंने ये देखा है कि पुलिस उनके घर पे आई हुई है दीदी, मैंने ये देखा। और मैंने उससे हटके एक दीदी क्या कहते हैं, डेड बॉडी देखी है दीदी, मैंने एक लिपटी हुई देखी है। जैसे बिल्कुल एक कवर कर देते हैं, कुछ भी नहीं दिखाई दे रहा, बस ऐसे लिपटी हुई है। एक ब्लैक कलर के उसमें लिफाफा नहीं होता, उसमें पूरी लिपटी हुई है। शकल वगैरह दीदी कुछ भी नहीं दिख रही है। नो बस दीदी मैंने यही देखा बस। लेटा हुआ है। हाँ दीदी लेटा हुआ है दीदी। സിസ്റ്ററെ യശയാവിന്റെ പുസ്തകം 43-ന്റെ 10-ാം അധ്യായം അല്ലെ, 43 का യശയാ 43 का कितना बोले? दी 43 का 10 है। 10. പിന്നെ പറഞ്ഞത് നമ്മുടെ വീട്ടില് പോലീസ് വന്ന് നിൽക്കുന്നതായിട്ട്, ഒരു ഡെഡ് ബോഡി ഒരു കവർ സ്ട്രിപ്പ് ഇട്ടേക്കുന്ന ഒരു കവറിനകത്ത്, കവറിമേ പടാ हुआ डेड बॉडी है। दी कवर में नहीं है दी, अलग है कवर से। കവർ മാറി കിടക്കുന്ന ഒരു ഡെഡ് ബോഡി കിടക്കുന്നു, അത് മുഖാന്തരം പല പോലീസുകൾ വന്ന് നിൽക്കുന്നതായിട്ട് കാണും. അങ്ങനെ ഒരു വിഷയം ദൈവാത്മാവ് ദർശനത്തിൽ കൂടെ കാണിച്ചു. എന്താണെന്ന് എന്നോട് ചോദിച്ചു, എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനർത്ഥം വ്യസനത്തിന് കാരണമാകാതെ വേണം. ദൈവവചനം പറയുന്നത്, നീ എനിക്ക് പകരമായി ജാതികളെ കൊണ്ടുപോകും എന്ന വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക. ദൈവം വിടുവിക്കും. നമുക്ക് വേണ്ടി വരുന്ന ചില ആപത്ത് വഴി തിരിച്ചു വിടട്ടെ. ആ വിഷയത്തെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുക. വിജി സിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ? കഴിഞ്ഞ ദിവസം എന്റെ മമ്മിക്ക് ഇങ്ങനെ ഒരു ദർശനം കാണിച്ചു കൊടുത്തിരുന്നു. അപ്പൊ മമ്മി പറഞ്ഞു, ഇങ്ങനെ ഒരു ദർശനം കണ്ടു വിജി, പോലീസുകാർ വരുന്നത് കണ്ടു. മമ്മി പറഞ്ഞോ? ആ എന്റെ മമ്മി പറഞ്ഞോ? എന്റെ മമ്മി പറഞ്ഞു. ആണോ? ഞാന് ഫാമിലി ഇഷ്യൂസ് ഉണ്ടല്ലോ, അപ്പൊ എന്നെ കാണിച്ച ഒരു വിഷയം, വിജയെ ഇല്ലായ്മയാക്കുന്ന ഒരു വിഷയം എന്നെ കാണിച്ചു. അത് കൊന്നുകളയുന്ന ഒരു വിഷയമാണ്. ചില ഗൂഢാലോചനകളുണ്ടെന്ന്, ഫാമിലി ഇഷ്യൂ മുഖാന്തരമാണ് തീർത്ത് കളയുന്ന ഒരു വിഷയം. ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കേട്ടോ? पैरानी सिस्टर, वो उनकी मम्मी ने भी ऐसे ही दर्शन देखा था। परमेश्वर आपको आशीष करे। मैंने हो गया सभी। करुणा बोलने दो। കേൾക്കാമോ? നീലംറാണി സിസ്റ്റർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു വാക്യം ഇതാണ്: ഇരുട്ടിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു എന്നുള്ളൊരു വാക്യം. യശയാവിലാണ് ആ വാക്യം കിടക്കുന്നത്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അപ്പോ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ആ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടത്. അതായത്
അന്ധകാരം നിറഞ്ഞ പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണെന്ന് ദൈവത്തിന്റെ എന്റെ ദൈവത്തിൽ വചനത്തിലൂടെ എന്നോട് ഇടപെട്ടു. അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു കരുണയാണെന്ന്, അല്ലെങ്കിൽ പാപത്തിന്റെ ആ ഒരു അന്ധകാരം നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ കരുണ നമ്മളെ തേടി വന്നതുകൊണ്ടാണ് ദൈവം അങ്ങനെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നതെന്നും ദൈവം എന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. അതിനെക്കുറിച്ച് ഒരു വാക്യം ദൈവം തന്നത്, മുമ്പേ നിങ്ങൾ ജനമില്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവജനത്തിൽ ഇങ്ങനെ കാണുന്നു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് എനിക്ക് കനിവ് തോന്നുകയും ചെയ്യുന്നു. അപ്രകാരം പാപത്തിന്റെ അന്ധകാരം നിറഞ്ഞൊരു ദേശത്തിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിലൊക്കെ പാർക്കുമ്പോഴും അവിടെ നിന്ന് ആ ഒരു സ്ഥാനത്ത് ദൈവത്തിന്റെ കരുണ നമ്മളെ തേടി വന്ന് തെരഞ്ഞെടുത്ത് ദൈവം തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ദൈവിക തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് വചനത്തിലൂടെ എന്നോട് ഇടപെട്ടത്. എല്ലാം റാണി സിസ്റ്റർ. नीलम रानी सिस्टर के लिए प्रार्थना करना, किसी ने प्रार्थना किया तो ये देखा है ऐसे एक वचन उनको दिखाई दिया। तो पहले अंधकार में जो बैठा हुआ ऐसे लोग एक ज्योति देखा है करके, और उसका मतलब ये है जो हम अंधकार में जो बैठा हुआ था उसी अवस्था में परमेश्वर ने आपको चुन के आपको निकाल के परमेश्वर की ज्योति में लेके आया। और ऐसे एक दूसरा वचन भी है, पहले तुम अपना जन नहीं था, अभी तुम हमारा परमेश्वर की जन है, और पहले करना नहीं मिला था, अभी करना मिला हुआ है। मतलब यही है, परमेश्वर ने जो आपकी अंधकार की अवस्था में से निकाल के परमेश्वर की ज्योति में लेके आया। वो परमेश्वर आपके साथ है, वो परमेश्वर ने आपको अपना जन, अपना बच्चा बनाया हुआ है, वही है। फ्रेंड्स लोग, दीदी जब मैं करुणा दीदी के लिए प्रार्थना कर रही थी ना, तो मेरे को ना ऐसे दिखाई दिया जैसे कि 3 मंजिल से ना, जैसे सोंगल होती है ना, वो लोहे वाली होती है, जैसे क्या बताऊं, क्या बोलते हैं उसको, जैसे एक सीढ़ी कहते हैं ना, सोंगल लोहे वाली, क्या बोलते हैं दीदी? जंजीर। हाँ हाँ हाँ, ऐसे। तो लोहे वाली जंजीर है, जैसे 3 मंजिल से लटकी हुई है, और ना उससे लटक के ना नीचे उतर रहा है कोई, और लेडीज थी। करुणा दीदी नहीं दिखाई दे रही थी, और बार बार ना दिमाग में ख्याल ना दया दीदी का आ रहा था उसमें, कि दया दीदी लग रही थी मुझे, बाकी करुणा दीदी नहीं थी। ये देखा था मैंने बस। करुणा के लिए प्रेयर के, लेकिन दया के बारे में बताए गए हैं। ठीक है, प्रार्थना कीजिए। प्रेज द लॉर्ड। मैंने देखा कि जेसी टॉम्सी सिस्टर के बारे में हम सभी പ്രാർത്ഥന എന്നെ പെട്ടെന്ന് ഒരു വിഷമസ്ഥിതി, എൻ്റെ അമ്മ ഉള്ളോണ്ടാണ് എനിക്കെങ്ങും പോകാൻ പറ്റാത്തത്, അല്ലെങ്കിൽ എന്നെ പലതും മടക്കി വെക്കേണ്ടത് അവസ്ഥയുണ്ടായത്. പക്ഷെ ദൈവമ്മ എന്നെ എങ്ങനെ കാണിച്ചു, ഭയങ്കരമായിട്ട് സിസ്റ്റർ നിലവിളിച്ച് കരയുന്നു, പക്ഷെ ഒരു മരണം ഉണ്ടാകുന്നതായിട്ട് ദൈവമ്മ കാണിക്കും. ആരാന്ന് എനിക്കറിയില്ല. ഒരു വിഷയം ദൈവമ്മ ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സിസ്റ്റർ പറഞ്ഞില്ലേ വെളിപ്പാടിൽ എന്തെങ്കിലും കണ്ടാൽ മറിച്ച് വെക്കരുത്. അപ്പൊ എനിക്കത് മനസ്സിലായില്ല എന്താന്ന്. ഞാൻ അങ്ങനെ കണ്ടു, ഒരു സൂര്യകാന്തി പൂവ് ഇങ്ങനെ വിടർന്നു നിൽക്കുന്നു. അത് ഒരാള് വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്നു, കത്രികയും കൊണ്ട് കട്ട് ചെയ്യുന്നു. പിന്നെ ഒരു വ്യക്തി പറയുന്നു, നീ മുഖാന്തരമാ സംഭവിച്ചെന്ന്.
അപ്പം വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, കേൾക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം ദൈവമേനെ പ്രാർത്ഥിച്ചോണമെന്ന് പരിശുദ്ധാകുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ ദൈവം. फिर मैंने देखा किरण आप जहाँ रहते हैं वो एरिया मैं नहीं जानती हूँ। उस चर्च का जगह एरिया इतना तो वीडियोस देखने से थोड़ा बहुत दिखाया आगे वाला ये सब, लेकिन मैं नहीं जानती वहां पर कुछ झाड़ियां हैं, उसके अंदर किसी को मार डालकर फेंका गया करके दिखा रहा है। वो आप लोग का जो कंपाउंड में अंदर आना है मैं नहीं जानती हूँ, या आपके आस पड़ोस में है ये मैं नहीं जानती, लेकिन ऐसी बात दिखाई दिया। पर एक लड़की को किया है करके बता रहे हैं। सारे पुलिस उस जगह के सारे घरों में, लेकिन अबिया की मम्मी बहुत रो रही है करके दिखा रही। एक्चुअली जो हमारे कैंपस की मतलब ये जो हमारा बिल्डिंग है उसके अगल में पहले पूरा झाड़ था, मतलब अभी तो इधर सफाई कर दिया, मतलब पूरा, पर पूरा जंगल टाइप का ही था पूरा, जैसे जंगल होता है पूरा। और ऐसे था पहले पहले काफी, यहाँ पर हमारे जहाँ रहते हैं हम इधर, मतलब काफी ऐसे कुछ भी लड़के लोग आके बैठ जाते, पर अभी सामने जस्ट हमारे गेट के सामने एक आर्मी ऑफिस करके एक ऑफिस खुला है, तो इतना दिक्कत नहीं है। पर जैसे आपने बताया था जो अभी की मम्मी का घर है, जो उधर थोड़ा दिक्कत है कुछ बातों को लेके, तो उधर है, वो पूरा झाड़ के बीच में है। तो बात मुझे भी दिखाई दिया। प्रार्थना करें कि परमेश्वर इस योजना में हमें ना फंसाए करके प्रार्थना करने के लिए, और उस कलीसिया के जगह में भी ऐसा ना हो करके प्रार्थना करने के लिए। जो भी होगा नहीं होने के लिए नहीं प्रार्थना करना, जो भी होगा बस इस कलीसिया को छोड़कर बाहर कहीं और रास्ता में हो जाने से भी ठीक है, बस हमें संभालने के लिए कर, ऐसा कह रहे हैं। वो जरूरी नहीं मार डालने के लिए मारा गया नहीं है, बाई चांस लग गया और मर गया, उसको छुपाने के लिए कोई जगह नहीं है, एक कोने में डाल देता है, ऐसे डाल देता है करके बताया। ऐसे समस्या देखा मैंने। നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത മരണത്തിന്റെ പോലുള്ള ഭവനങ്ങൾ എന്നെ ഇന്ന് വെളിപ്പെടുത്തി റാണി സിസ്റ്റർ, ജെസ്സി സിസ്റ്റർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവും നിയോഗം ബിന്ദു സിസ്റ്റർ, ചാലി സിസ്റ്റർ, തന്റെ മാതാപിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം പറയുന്നു. ശക്തമായി പ്രാർത്ഥിക്കാം. നമുക്കൊരാൾ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आइए हम सब लोग प्रार्थना करेंगे। आदित्य के लिए कौन प्रार्थना कर रहे थे? ജെൻസി ആന്റി ആയിരുന്നു, പക്ഷെ ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിച്ചില്ലേ? നീ ജെൻസി ആന്റി ജെൻസി ആന്റി ആ ജെൻസി ആന്റി പ്രാർത്ഥിച്ചു കാണും. പറ. മ്യൂട്ടില്ല, മ്യൂട്ട് മ്യൂട്ടാണേ. ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു സ്വാതി സിസ്റ്റർക്ക് വേണ്ടി യെശയ്യാവിന്റെ പുസ്തകത്തിന്. സ്വാതിയാണ് ആദിത്യ. ആ സഹാദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ആ ശരി ശരി, ഓക്കെ പറഞ്ഞോ. യെശയ്യാവിന്റെ പുസ്തകം ഞാൻ പ്രവർത്തിക്കുക ആർ തടുക്കുക, ആ വാക്യം എനിക്ക് കിട്ടിയ 43:12 തൊട്ട് ഉള്ള വാക്ക്, 12ഉം 13ഉം ഉള്ള വാക്ക് ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, പക്ഷെ എനിക്ക് സ്വാതി സിസ്റ്റർ എന്നാണ്. ഓക്കെ, കുഴപ്പമില്ല. ആദിത്യ പ്രാർത്ഥിച്ചായിരുന്നു ജെൻസി ആന്റിക്ക് വേണ്ടി? പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്തെങ്കിലും വെളിപ്പെടുത്തിയോ? ഇല്ല. ഇല്ല. ആ ആദിത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഭാരപ്പെടണ്ട. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് വിജിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ചില ഫാമിലി ഇഷ്യൂസിലാണ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം കുടുംബക്കാരാണ്, കുടുംബജീവിതം നയിക്കുന്നവരാണ്. പക്ഷെ ഇതിനകത്തൊരു വ്യത്യസ്തമായി വിജിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോഴും കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം തന്റെ മകളെ സൂക്ഷിക്കണം. നല്ല അലങ്കരിക്കപ്പെട്ട 2 പെൺകുഞ്ഞുങ്ങൾ പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിലും മിടുക്കി കുഞ്ഞുങ്ങളാണ്. ചെറിയതാണ്.
അമ്മ മാത്രമേ ഉള്ളൂ. അപ്പനും സഹോദരനും മരിച്ചുപോയി. ആരും സഹായമില്ല. തന്റെ മകൾ തനിയെ ജോലി ചെയ്താണ് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. बिची सिस्टर के लिए प्रार्थना करेंगे क्योंकि उनको 2 लड़की है और इसकी एक ही माँ है। उनके पिताजी और उनका भाई इस दुनिया से चल बसा। उनके हस्बैंड उनके ऊपर केस डाला है। उनकी विरोध है, बहुत विरोध है। ये जब कुछ घर का काम करने से कुछ उसको पैसा मिलता है, अपने 2 बच्चों का, माँ का गुजारा करता है। आप सभी लोग प्रार्थना करें कि उसकी जिंदगी में हम सब उनकी बहन लोग हैं, हम उसकी आंटी हैं, उसकी मम्मी है, सभी लोग നമ്മുടെ സഹോദരിയാണ്, हमारी बहन है। हम सभी लोग प्रार्थना करेंगे उसके जीवन में बड़ा अद्भुत कार्य करें. നമുക്ക് എല്ലാവരും വീഡിയോസ് ഓൺ ആക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ലിറ്റിൽ സുരേഷ് ഫെബ ആമേൻ എല്ലാവരും മാക്സിമം നിങ്ങൾ അതിഥേയപ്പെട്ടു. നമുക്ക് നമ്മുടെ കുടുംബമാണ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസികയോട് മനസ്സലിയണം. തന്നെ തൊടാൻ ആ ഭവനത്തിലോ തന്നെയോ തന്റെ കുഞ്ഞുങ്ങളെയോ മാതാവിനെ തൊടാൻ ഒരു ശത്രു പദ്ധതികൾ ഒരുക്കണം. ആ പദ്ധതികളെല്ലാം മടക്കി അയക്കണം, തിരിച്ചുവിടാൻ പോകുന്നതിനായി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നിങ്ങളെല്ലാം നിങ്ങളുടെ ഭവനക്കാരെ എല്ലാം ദൈവകരത്തിൽ ഏൽപ്പിച്ചു മുദ്ര വെച്ചിട്ടേ പ്രാർത്ഥിക്കാവുള്ളൂ. നമ്മളെല്ലാവരും കരങ്ങളെ ഉയർത്തി നമ്മൾ ആദ്യം നിങ്ങളെ തന്നെ താഴ്ച ഏൽപ്പിക്കുക. നിങ്ങളെ തന്നെ താഴ്ച ഏൽപ്പിച്ച് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അടുത്തതായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാൻ എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ. ജിഷ പറഞ്ഞതുപോലെ ജിഷയോട് ദൈവമ ഇടപെട്ടു, ഒരു പ്രാർത്ഥന വേണം. പക്ഷെ ആമേൻ ദൈവം നമ്മൾ അറിയാത്ത സ്ഥലത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഈ തുടർച്ച പ്രാർത്ഥന എത്ര പേരും ആഗ്രഹിക്കുന്നു? ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. എത്ര പേര് വിശ്വാസത്തോട് പറയാൻ പറ്റും? कितने लोग कहना चाहते हैं कि ये जो प्रार्थना हमारी जिंदगी को बदल रहे, हमारी जिंदगी को बचा रहे. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ദൈവാത്മ എന്തെങ്കിലും വെളിപ്പെടുത്തുന്നെങ്കിൽ ഈ വിഷയത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ചൂടാരകം ധനാരികര അസ്തനം ധനാരികതം ഹീബല ബല ബല വൃക്ഷം ധന അതരകഥന ഹീഭാരകം ധനാരികനം ചൂടാരകത അതരകഥന ഹീഭാരകതം ഹീബല ബല ബല ധാരികത ഹീവശം ദണ്ഡികനം ചൂട ദണ്ഡികനം ജീവല ബല ബല ബലവൗഷം ദണ്ഡികനാരി സ്തനരികതം ചൂടാരകത ഹീബല ബല ബല ഹംദനരികത ദണ്ഡികനം ചൂടാരകത ഹീവശം യേശുവിന്റെ നാമത്തിൽ നാം ജയമെടുക്കുന്നു ഗ്ലൗരഭാരകധനം ധനാരികന അസ്തനം ധനാരികതം ചൂടാരകം ധന അതരകഥന ഹീഭാരകം ധനാരികനം ജീവല ബല ബലഭക്ഷം ദാനം അന്ധനം ധനാരികനം ചൂടാരകം ധന അതരകഥന ഹീഭാരകം ധനാരികനം ജീവല ബല ബലഭൂഷം ധന സ്തനം ധനാരികതം ജീവല ബല ബലഭൂഷം ദാന അതരകഥന ഹീഭാരകത ഹീബല ബല ബലഭൂഷം ദാന സന്ധികനം ചൂടാരകത ഹീബല ബലവ അതരം ധനരികതം ഹീബല ബല ബലഭക്ഷം ദാന ചൂടാരകത സന്ധികനം ഹീബല ബല ബലഭക്ഷം ദാന അതരം ധനരികതം ചൂടപരീബലഹസ്തനരികതം ഹീഭാരകത ശിവന്റെ നാമത്തിൽ കുടുംബജീവിത ശുശ്രൂഷമേ വാഗ്ദത്തങ്ങളെ ഭവന പരിസരം അതിരുകളെയൊക്കെ വചനത്താൽ ഞാൻ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടം തൊടുവ ദുഷ്ടിന്റെ കർത്താവ് സമ്മതിക്കലെ ഉടമന ഹദരഗതന റീബാലകം ധനാരികന അതരഗതന റീബാരകം ധനാരികനം ചൂടാരകം ധനാരികന അതരം ദാന റീവശം ദണ്ഡികനം ചൂടാരഗത അതരം ദണ്ഡീബാരഗത റീബലഹം ദണ്ഡികനം ചൂടാരഗത അന്ധനരികതം ജീവല ബല ബലഭക്ഷം ദാന ചൂടാരഗത റീവ സ്തനരികതം റീബാരകന അതരം ധനരികതം റീബാരകതം റീബല ബല ബലഭക്ഷം ദാന ചൂടാധാരി ബാരകധാരി ബാരകധാരി ബാരക അതരം ധനരികതം റീബല ബല ബലഭക്ഷം ദാന ചൂട അതരം ധനരികതം റീബാരാഘാദാന റീബാര അതരം ദാരീബാരാഘാദാന ചൂടാരാഘാദാന അതരം ധനരികതം റീബാരകധാരി വശം ദ ഓ റീഖ ആ ഭവനത്തിനകത്തും പുറത്തും നിൽക്കണമേ.
ഓ റബാലഹദരഗദന്നം ധനാരിഗദം ചൂടം രകം ധനാരിഗന അന്തനം ധനാരിഗദം ദീവല വലവലവക്ഷം ദാന ഓ റീബാനഷം ദന്തിഗന അതരം ധനരിഗദം ചൂടാരഗദ അന്താനാരീവല വലവലവക്ഷം ദാനാരീവാരഗദം ദീവല വലവലവക്ഷം ദാന അസ്ഥാനാരീവാരഗദം ദീവല വലവലവലവക്ഷം ദാ ചൂടാധന ദീവാരഗദം ദീവല വലവലവം ദാരീക അതരം ധനരിഗദം ചൂടാരഗദന ദീവലം ദന്തിഗന അസ്ഥാനാരീവശം ദന്തിഗനം ചൂടാരഗദ അതരം ധനരിഗദം ജീവാരഗദന ദീവല വലവലവക്ഷം ദാന ചൂടാധന ദീവാരഗദം ജീവല വല സകല ദുരാലോചനകളെ ആലോചന തകർക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. ദൈവഹിതമില്ല ചലിക്കുന്ന സകല മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ചൂടാധാരീ ഭാരഗതം ജീവല വല വലപക്ഷം ദാന ദന്തികാദാന ചൂടാരഗദന ദീവല വലം സനരിഗതം ദീവാരഗദാരീ ഭാരഗതം ദന്തിഗനം ചൂടാരഗതം ജീവല വല വലപക്ഷം ദാന അതരം ധനരിഗതം ജീവാരഗതം ചൂടാരഗത സന്ധിഗനം ജീവല വല വലപക്ഷം ദാന. ഹല്ലേലൂയ ഗ്ലോറവാന അധരം ധനാരിഗതം ജീവല വല വല കർത്താവേ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തണമേ. ഒരു ദൈവ അത്ഭുതം ചെയ്തനായി യേശു ക്രിസ്തുനാമം തന്നെ. ആമേൻ 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 ആമേൻ. ആരെങ്കിലും ദൈവാത്മാവ് എന്തെങ്കിലും വെളിപ്പെടുത്തിയോ? कुछ देखा? ആരെങ്കിലും ദൈവാത്മാവ് വെളിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ പറയണം. ഞാനേ ഇങ്ങനെ ഒരു ശബ്ദം ഇങ്ങനെ ഞാനത് പറയുന്നേ കൊണ്ട് ഇല്ല സിസ്റ്റർ പറയണം. നമ്മളെ ദൈവാത്മാവ് കാരണം നമുക്ക് ആ വിഷയത്തെ ഓർത്ത് നമുക്ക് അറ്റൻഷൻ എടുത്ത് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ ഒരു നിലവിളിയുടെ ശബ്ദം കേട്ടു. ബിജിസിന്റെ ഒരു ഇളയ മോള് ഒരു 7-8 വയസ്സ് പ്രായം കാണുമായിരിക്കും. അതെന്താ പ്രായം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെ അപ്പൊ ആ നിലവിളി ഇങ്ങനെ ഈ കുഞ്ഞിനി ആരുണ്ടെന്ന് പറഞ്ഞിങ്ങനെ ഒരു നിലവിളിയുടെ ശബ്ദം. ഇളയ മോക്ക് എത്ര വയസ്സുണ്ട് വിജി? 9 വയസ്സ്. മൂത്താക്ക്? മൂത്തവൾക്ക് 10 വയസ്സ് 11 വയസ്സ്. ദിവസങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം കേട്ടോ. ഓക്കെ. വേറെ ആരെങ്കിലും കണ്ടോ? കിസി ഓർനെ ദേഖാ? എനിക്ക് തന്ന വചനം, സംഹാരകൻ നിനക്കെതിരായി വരുന്നു, അരമുറുക്കി കൊള്ളുക, കോട്ട കാത്തുകൊള്ളുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു ഫ്രൂട്ട്സ് അതിങ്ങനെ ഫലം ഇങ്ങനെ നല്ലോണം പാകമായിക്കൊണ്ടിരിക്കുക. അപ്പം പാകമാകുമ്പോൾ ഞാൻ ഇതിപ്പം എനിക്ക് അനുഭവിക്കാന്നുള്ളതിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് ഒന്നിക്ക് താഴെ വീണ് പോകുന്നു, അല്ലെങ്കിൽ അത് കൈകളിൽ കിട്ടുകയാണെങ്കിലും ഇങ്ങനെ പുഴുവായിട്ട് ഇങ്ങനെ അരിച്ചു പോകുന്ന ഒരു ഇത് അങ്ങനെ കണ്ടു ഞാൻ കണ്ട ദൈവം ഈ പ്രതികൂലത ദൈവം നമ്മളിൽ നിന്ന് നീക്കിക്കളയും. ദൈവം വിടിവിക്കുമെന്ന് ദൈവം ആത്മാവിച്ചു. പോക്ക് തരും. നീ കുറിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞു. ഞാൻ കണ്ടവരെ ബിജിസസ് ഇങ്ങനെ ഒരു ചെരിഞ്ഞ് തല ഇങ്ങനെ കുറച്ച് താഴ്ഭാഗത്തോടായിട്ടാണ് കാലിന്റെ ഭാഗം ഇങ്ങനെ പൊങ്ങി അങ്ങനെ ഒരു വീണ് കിടക്കുന്ന ഒരവസ്ഥ പോലെ. പക്ഷേ ഒരു മരണത്തിന്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഏകദേശം അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇങ്ങനെ വീണ് കിടക്കുക. പക്ഷെ ജീവനെ ഒന്നും തൊടാൻ പറ്റിയിട്ടില്ല. കൊല്ലാൻ നോക്കിയതാ, പക്ഷെങ്കിൽ ജീവനെ തൊടാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ ആ ഒരു പകുതി രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയില് കിടക്കുക, വീണ് കിടക്കുക.
ഈ ദിവസങ്ങൾ അടയാളം സഹിതം പ്രാർത്ഥിക്കണം കേട്ടോ. ശരി. വേറെ ആരെങ്കിലും എന്തെങ്കിലും കണ്ടോ? ഞാൻ ഇന്ന് എനിക്കൊന്ന് ഈ 5 മണി സെക്ഷനില് ഞാൻ അപ്പോഴാ ഇവിടെ കിടക്കാൻ, അത് കഴിഞ്ഞാണ് കിടക്കാൻ പറ്റുന്നത്. സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു കണ്ടു, നമ്മുടെ ജെറി എബ്രഹാം മരണപ്പെടുന്നതായിട്ട്. പ്രാർത്ഥിക്കാൻ ആ വിഷയം ആരാന്നറിയില്ല. ഞാനപ്പോ എടുത്തു കാണിച്ചു. പക്ഷെ ആ വ്യക്തി അവിടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷെ പറയുന്നു മരിച്ചു പോയെന്ന്. പക്ഷെ ആ ആളിനെ അവിടെ ഞാൻ കാണുകയും ചെയ്യും. ഒന്നെങ്കിൽ അതേ ഒരു പ്രായത്തിലോ ആരെങ്കിലും ഉള്ളവർക്ക് ഇതിനകത്തൊരു മരണം ഉണ്ട്. ഈ ഒരു വിഷയം ദൈവാത്മാ കാണിച്ചു. പ്രാർത്ഥിക്കാൻ നമുക്ക്. വേറെ ആരെങ്കിലും നിങ്ങൾ മരണത്തെ വിഷയം എന്തെങ്കിലും കണ്ടോ? ഞാൻ കണ്ടായിരുന്നു എന്റെ മരണം ഇന്ന് വെളുപ്പിനെ. ആ ഞാൻ കണ്ടു. പാമ്പിന്റെ ഒരു ശബ്ദം മരിക്കുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്കൊരു വാക്യവും ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. ആ വാക്യം എന്റെ മനസ്സിലോട്ട്, ആ സ്വപ്നം കണ്ടപ്പോ തന്നെ അത് പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് ഓടി വന്നു. ആ വാക്യം അങ്ങ് പറഞ്ഞു. പിന്നെ ഞാൻ എണീക്കുമായിരുന്നു. അങ്ങനെ കണ്ടു മരിക്കുന്നതായിട്ട്. നമുക്കെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. मैक्सिमम किरण सारे परिवार का नाम ले एक बार पढ़िए. जैसे सिस्टर ആ വിഷയത്തെ നമുക്ക് എല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. मेरा उस मोबाइल में है ना, एक बार पढ़िए. जो एक नया लिस्ट बनाया था वही वाला नाम था दीदी? ओके ओके, हम नाम पढ़ेंगे. पास्टर बीबी अब्राहम, पास्टर अरुण कुमार, पास्टर दीपक थापा, सिस्टर प्रेमवती, सिस्टर नीलम रानी, ब्रदर धमपाल, सिस्टर सुलू शंकर, सिस्टर जसी तोमसी, सिस्टर बिंदु थॉमस, सिस्टर चार्ली बिनू, सिस्टर साजी मोहन, सिस्टर रानी मरली, सिस्टर जीजी चोमन, सिस्टर मरियमा रॉय, सिस्टर लियानम्मा, सिस्टर रेखा, ब्रदर जेरी अब्राहम, सिस्टर अक्सा जॉनसन, सिस्टर राजमा, सिस्टर करुणा, सिस्टर राजी, सिस्टर सीजी, सिस्टर आशमा मैथ्यू, सिस्टर मंजू, ब्रदर विनय रॉय, सिस्टर लिसा साजी, पास्टर जोशी अगस्टिन, सिस्टर गुड्डी, सिस्टर नेहा, सिस्टर अंगुरी देवी, सिस्टर डिम्पल, सिस्टर बीना देवी, सिस्टर शेरिन सुनील, सिस्टर निर्मला कुमार, सिस्टर जीशा, सिस्टर टीना, सिस्टर फेबा जॉन. अभी है ना जुड़ा हुआ दीबू ब्रदर जी,
आदित्य, स्वाति, मंजू, इसमें जेंसी, नहीं है दीदी ये लोग। हाँ जेंसी। अक्षय बन पढ़ा? अक्षय वन नहीं नहीं इसमें नहीं पड़ा। ठीक है, इन सभी के लिए प्रार्थना करेंगे। ओके ओके नीचे है 4 नेम। 1 मिनट। सिस्टर अक्षा जॉनसन, सिस्टर रेणु साजन, सिस्टर अक्षा एवन, सिस्टर बिबला क्रिस्टी। हम പ്രാർത്ഥന കരേങ്കെ. ഞാൻ ഉച്ചയ്ക്ക് കിടന്നപ്പോൾ കണ്ട ഒരു വിഷയമാണ്. ഉച്ചയല്ല, വൈകുന്നേരം നല്ല ഉറക്കത്തില് ഞാൻ കണ്ടത് ജെറി എബ്രഹാം ഈ ലോകത്തിൽ ഇല്ലെന്ന് പറഞ്ഞ ഒരു വിഷയം എന്നെ കാണിച്ചു. പക്ഷെ ആ ആളിനെ പ്രസൻസ് കണ്ടു. എന്താണെന്നറിയില്ല. അപ്പോഴാണ് നമുക്ക് ഇന്ന് വൈകിട്ട് അറിഞ്ഞ് നമ്മുടെ റേണു സാജൻ ആന്റിയുടെ പിതാവ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനോടുകൂടെ ജെൻസി ഒരു സ്വപ്നം കണ്ടു, ഒരു മരണം കണ്ടു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഓരോ കുടുംബങ്ങളെ എണ്ണത്തിൽ കുറയാതെ വണ്ണം ദൈവം സൂക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ എല്ലാ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്. നാം സഭയിലോ പ്രാർത്ഥന കരങ്ങൾ. പരമേശ്വർ അവർ ദൈവസന്നിധിയിൽ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ നീ കൊണ്ടുപോകരുത്. ആണ്ട് തീരുന്നതിന് കർത്താവ് ഈ എണ്ണത്തിൽ കുറയാതെ അത് ഈ ആണ്ട് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ദൈവകൃപ തരും. ദൈവകരത്തിൽ നമ്മെ ഏൽപ്പിച്ച് എല്ലാവരും നമ്മുടെ ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോക്കിനും വരവിനും ഒക്കെയും ദൈവത്തിന്റെ കരുതൽ കൂടെ ഇരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റബാല ഹംദനാരികനം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാം ഇന്ന് മാധ്യമത്തിൽ കണ്ട് 4 പെൺപിള്ളേർ ഒരുമിച്ച് വാഹനം തൻ്റെ അടുത്ത് വന്ന് വീണ്ടും 4 പേരും മരിച്ചു പോയത് കണ്ടല്ലോ. ഏത് സമയത്താണെന്നറിയില്ല. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം മകളുടെ ഹല്ലേലൂയ മരണം കാണുന്നത്. आज के न्यूज में 4 लड़कियां मेरे ख्याल से रास्ते में खड़े था. एक गाड़ी का वेट पूरा एक साइड में पलट होकर उसके अंदर चारों लड़कियां इस दुनिया से चल बस. यह दिनों में हम देखा कि 6 लड़कों लोग आलपुरा में एक गाड़ी के अंदर डॉक्टर्स लोग इस दुनिया से चल बसा. ഓരോന്നായി മരണ വാർത്തകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുക. നാം നമ്മുടെ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മോശം പറയുന്നത് പോലെ ഹല്ലേലൂയ കരം ഉയർത്തുന്നോറും വിടുതലുണ്ട്. ദൈവകരത്തിലേക്ക് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. നിങ്ങളുടെ ഏതൊക്കെ ഇടത്തും വലത്തുമുള്ള ഭാഗക്കാർ ദൈവം വിടുവിക്കട്ടെ. എല്ലാവരും ദൈവസനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, അമ്മൻ എണ്ണത്തിൽ ഒന്നുപോലും കുറയല്ലേ. ഈ രാത്രി യാമങ്ങൾ ഞങ്ങൾ ഇരിക്കുന്നത് കർത്താവ് എണ്ണത്തിൽ കുറയാനുള്ളതല്ല. हम ऐसा प्रार्थना करें, हमारे हाथों को ऊपर करके ऐसा प्रार्थना करें कि परमेश्वर हमारे गिनतियों में एक भी कम ना हो. परमेश्वर हम सभी लोग हमें आपकी महिमा के योग्यता में बने रहे. ओ रबा लगदर गदन रिखा रबा लबलब उशमदना नामदनम धनारि गदन जोड़ा रिगालबा उडामन हस्तना रिखा मना ओ रिबा रिखा लबा रगाधना ओ लॉर्ड रिखा लबा शना कदना अदर गदन झूरम रगमदना अदर गदन रिबा लगमदना उडामन रिबा लबलब 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 ओ रिखा रबलब लबलब
ശന്തനാരികന അതരകഥന ചൂടം പ്രകന്ധന നിരാത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ആമേ ഘോരബാല അബ്രഹാം നെടുമ്പാട് വീണതുപോലെ ആമേൻ ഞാൻ ആമേൻ ഹല്ലേലൂയ ലോത്തിനെ വിടിവിക്കണം. സോതോമിൽ കിടക്കുന്ന ലോത്തിന് ആമേ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ വിടിവിക്കുന്ന ദൈവം അവൻ जैसे अब्राहम ने अपने हालेलुया अपने परमेश्वर से ऐसा कहा कि एक जनों ने से वहां पर बचाना हालेलुया और रेखा मेरे भाई को बचा देना, मेरे बहनों को बचा देना, मेरे परिवार को बचा देना, मेरी गिनतियों में एक भी कम ना हो. ദേശത്തിന്റെ ഭവനത്തിന്റെ ചുറ്റുപാട് ഹല്ലേലൂയ ചലിക്കുന്ന ഊറ ബാറ ഖല്ല ബാറ അദരഗദന ഹിബാലഗംദന അസ്തനംദനാരിഗനം ശ്രീബാലബൗശംദന അദരഗദന ശ്രീബാരഗംധന ചൂടം രഗംദനാരിഗനം ശ്രീബാരഗംധന അദരഗദന ശ്രീബാലഗാരഭാശംദന അസ്തനംദനാരിഗദം ചൂടാരഗംധന അന്തന്തിഗനം ശ്രീബലബലബലപക്ഷംദാന അതരംദനരിഗദം ചൂടാരഗദാരി ഭാരഗതം ജീവലബലബലബ കർത്താവ് നീ വിടിവിക്കണമേ. കർത്താവ് ഞങ്ങൾ ചെറിയ അബ്രഹാമിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യത്തെ കൊടുക്ക, ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, ഷീബയ്ക്ക് ദൈവ ദീർഘായുസ് കൊടുക്കണം, അബിഗേലിന് ദീർഘായുസ് കൊടുക്കണം, ആറ്റമിന് ദീർഘായുസ് കൊടുക്കണം. ദൈവ വെളിപ്പെടണമേ. കർത്താവ് ഗ്രൂപ്പിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ സ്വാധീന ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബ ബന്ധങ്ങളെ ദൈവം ദീർഘായുസോടെ നിർത്തണമേ. ആമൻ രാജ്യ ദൈവ കരത്തിലേൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ബിന്ദു തോമസിനെ ഏൽപ്പിക്കുന്നു. ധാമേ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ചാർലി ഏൽപ്പിക്കുന്നു. ആമൻ കുടുംബ ബന്ധങ്ങളെ ദൈവം ദീർഘായുസോടെ നിർത്തണമേ. ജിഷ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ആമൻ നീലം റാണി ഏൽപ്പിക്കുന്നു. ദീർഘായുസോട് നീ ആമൻ കുടുംബ ബന്ധങ്ങളെ നിർത്തണമേ. ആമൻ ജസ്റ്റി ടോംസ് ഏൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. റാണി മെർലിനെ ഏൽപ്പിക്കുന്നു. ദീർഘായുസോടെ ആമേ കുടുംബ ബന്ധങ്ങളെ നിർത്തണമേ. തൻ പാലിനെ ഏൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ഏൽപ്പിക്കുന്ന ദീർഘായുസോടെ നിർത്തണമേ. കുടുംബ ബന്ധങ്ങളെ ദീപുവിനെ ഏൽപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണേ. സജി മോഹനെ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ദയാറാണി കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ അക്സേബനെ നമ്മെ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ജെൻസി ഏൽപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ഫേവ ഏൽപ്പിക്കുന്ന ദീർഘായുസോടെ നിർത്തണമേ. കുടുംബ ബന്ധങ്ങളെ ഹല്ലേലൂയ വിജി ഏൽപ്പിക്കുന്ന കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. അല്ലേ ലിറ്റിൽ സുരേഷിനെ ഏൽപ്പിക്കുന്നു. ഹോ റബാല ഗദന കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. രാജമ്മ ഏൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. സിസ്റ്റർ കരുണ ഏൽപ്പിക്കുന്നു. അമ്മ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ആദിത്യദേവ കുടുംബമായ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. മഞ്ജുവിനെ ഏൽപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ഷെറിൻസുനിലെ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ജൂഡി ജോർജിനെ ഏൽപ്പിക്കുന്നു. ദീർഘായുസോടെ നിർത്തണമേ. കർത്താവേ നിർമ്മല ദീർഘായുസോടെ നിർത്തണമേ. ജെജി ഹല്ലേലൂയ ദീർഘായുസോടെ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. ഓ റബാല ഗദര ഗദന റിഖാമന അദര ഗദന റിബാല ബാല ബൗശംദന അസ്തനംദന റിഗദം ജൂഡം രഗംദന അന്തന്തിഗനം റിബാല ബല ബല ബലവ ദന്തിഗനം റിബാരകം ശബ്ദന. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഉടമന രകം കർത്താവേ സുരക്ഷനെ ഏൽപ്പിക്കുന്നു. അമ്മേ അമ്മ കുടുംബ ബന്ധങ്ങളെ ദീർഘായുസോടെ നിർത്തണമേ. അതരഗദന റീബാല ഗദരഗദന റീബാരഗംധന. കർത്താവ് ഞങ്ങളുടെ സഭകൾക്കായി സ്തോത്രം. ആമേ ഞങ്ങൾ പാർക്കുന്ന ദേശത്തിനായി हम जहां रहते हैं हमारे आस पड़ोस सभी आपके हाथ में रखते रोड में ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത അനർത്ഥങ്ങൾ വ്യസനത്തിന് കാരണമാകാതെ എന്റെ സ്വർഗം വിടിവിച്ചേനായി സ്തോത്രം ചെയ്യുന്നു. ഉടാമന ഹദരഗദന ദൈവ പ്രവർത്തിക്കണമേ. ദൈവ അത്ഭുതം ചെയ്തനായി സ്തോത്രം. ആമേ ദൈവ വിടുതൽ അയക്കണമേ. ദൈവശക്തി വിടുവിക്കണമേ. കർത്താവിന്റെ കൃപയിൽ മറയ്ക്കണമേ. സകലങ്ങളുടെ നാമമഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങൾ മറന്നുപോയി ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ റൈലനെ ഓർക്കുന്നു. ഓ റബാല കർത്താവേ റൈനു സാജനൊക്കെ ഹല്ലേലൂയ പിതാഹാമേ ആമേൻ അവർ ഹല്ലേലൂയ ഹാമേൻ ഹല്ലേലൂയ പിതാവിന്റെ വേർപാടോട് ബന്ധപ്പെട്ട് അവർ ഭാരത്തോടായി ദൈവം വിടുതാമേ സമാധാനത്തെ കൊടുക്കണമേ. ദൈവിക സമാധാനത്തെ കൊടുക്കണമേ. അത്ഭുതം ചെയ്യണം. ദൈവ പ്രവൃത്തി വെളിപ്പെട്ടവരുടെ ഓഡിയോ കോൺഫറൻസിന്റെ മീറ്റിംഗ് ഗ്രൂപ്പിലെ എല്ലാ വ്യക്തിജീവിതങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ എല്ലാ വ്യക്തിജീവിതങ്ങൾക്കായി സ്തോത്രം കർത്താവേ. സിം പ്ലാറ്റ്ഫോമിലെ എല്ലാ വ്യക്തിജീവിതങ്ങൾക്കായി സ്തോത്രം. ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം വെളിപ്പെടണം. കൃപ കൊടുക്കണം.
അത്ഭുതം ചെയ്തതിനായി സ്തുതി കർത്താവേ. ഈ ക്ഷണത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേൾക്കണം, യാചന കേൾക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദിത്യക്ക് ദൈവം പെട്ടെന്ന് വീട് ഒരുക്കി തരും.